പറയാനുണ്ട്. ഒരുപാട് ദുഃഖങ്ങളുണ്ട് ഞങ്ങൾക്ക്. ഇപ്പൊ കലാകാരന്മാർക്ക് അവന് ജീവിക്കാൻ കഴിയുന്നില്ല. കല കൊണ്ട് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇന്ന്. ഞങ്ങളുടെ ഉപജീവന മാർഗമാണ് നാടകം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ജീവിച്ചു പോകാനായിട്ട് വളരെ പ്രയാസമാണ്. കാരണം 10 മണി എന്നുള്ളത് കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ചെയ്യുകയാണ്. ഒരു നാടകവും കളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല. ഏതൊരു കലയാണെങ്കിലും 10 മണിക്ക് ശേഷം മൈക്ക് ഓഫ് ചെയ്യണം. പോലീസുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും വളരെ ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ പരിപാടി കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പോലും വന്ന് അവരെ മൈക്ക് പിടിച്ചു വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഇപ്പൊ. അത് ശരിക്കും കലാകാരന്മാരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു പ്രോഗ്രാം മാത്രമേ നടത്താൻ സാധിക്കുന്നുള്ളൂ. രണ്ടാമത്തെ പ്രോഗ്രാം നടത്തിയാൽ മൈക്ക് സെറ്റ് ഓഫ് ചെയ്യുക, ആംപ്ലിഫയറും കാര്യങ്ങളും എടുത്തുകൊണ്ട് പോകുന്ന പോലീസിന്റെ കിരാതമായ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദയവായിട്ട് ഇതിനൊരു മാറ്റം വരുത്തണം. ഞങ്ങൾക്കും ജീവിക്കണം. നമസ്കാരം, ഞാൻ ആലപ്പുഴ ഋഷിയേഷ്. 10 മണിക്ക് ശേഷം കലാപരിപാടികൾ നടത്തിക്കൂടാ എന്നുള്ള ഒരു തീരുമാനം ഇവിടെ സത്യത്തിൽ സർക്കാരിന്റെ വകയല്ലത്. ഇവിടെ പോലീസും മറ്റു സംഘടനകളിലൊക്കെ കൂടെ ചേർന്ന് തീരുമാനിച്ചതിന്റെ വെളിച്ചത്തിൽ ഇവിടെ കലാകാരന്മാരുടെ എല്ലാം വളരെ ദുഃഖത്തിലാണ്. കാരണം 2-3 ഞാൻ നാടകത്തിനെ പെട്ടിവായിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഒരു 85 MP പ്രോഗ്രാമുകളുടെ കൂടെയൊക്കെ വായിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ 3 പ്രോഗ്രാം 5 പ്രോഗ്രാം വരെ നടത്തിയ ദിവസങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പ്രോഗ്രാമാണ് ഒരു കലാകാരൻ. അവന് ജീവിക്കാൻ കഴിയുന്നില്ല. കല കൊണ്ട് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇന്ന്. അപ്പൊ സഭക്ക് അതിനെതിരെ വളരെ ശക്തമായ സമര സംഘടനകൾ ഈ സമരം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സംഘടനയ്ക്ക് വേണ്ടി വന്ന് ഇതൊക്കെ ചെയ്യേണ്ട എൻ്റെ ഒരു ആവശ്യമാണെന്ന് കരുതിയാണ് ഞാൻ വന്നിട്ടുള്ളത്. കേരളത്തിലെ കലാകാരന്മാരൊക്കെ തന്നെ വളരെ ദുരിതകരമായ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ്. അതിന്റെ പ്രധാന കാരണം കോടതിയുടെ വിധിയും ചില പോലീസിന്റെ ഇടപെടലുകളും കൊണ്ട് 10 മണിക്ക് ശേഷം പ്രോഗ്രാം നടത്താൻ പാടില്ല എന്നുള്ള ഒരു സംഭവമാണ്. അത് ശരിക്കും കലാകാരന്മാരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു പ്രോഗ്രാം മാത്രമേ നടത്താൻ സാധിക്കുന്നുള്ളൂ. രണ്ടാമത്തെ പ്രോഗ്രാം നടത്തിയാൽ മൈക്ക് സെറ്റ് ഓഫ് ചെയ്യുക, ആംപ്ലിഫയറും കാര്യങ്ങളും എടുത്തുകൊണ്ട് പോകുന്ന പോലീസിന്റെ കിരാതമായ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയൊക്കെ കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് കലാകാരന്മാരുടെ സംഘടനയായ ഈ സഭക്ക് സെക്രട്ടേറിയറ്റ് അടക്കമുള്ള അവിടെയൊക്കെ പോയി തന്നെ സമരങ്ങൾ സംഘടിപ്പിച്ചതാണ്. വീണ്ടും അതിശക്തമായ സമരത്തിന് ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അഡ്വക്കേറ്റ് പി ഗീത, സവാക്കിന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റും സവാക്ക് സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം പ്രസിഡന്റുമാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് 1-2 കാര്യങ്ങൾ പറയുവാനാണ്. ഇന്നിപ്പോൾ കലാകാരന്മാർ വറുതിയുടെ കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ജീവിക്കാനും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കലാകാരന്മാരെ കൈപിടിച്ചുയർത്തുക എന്നൊരു ഉദ്ദേശ ലക്ഷ്യം കൂടി സവാക്ക് എന്ന സംഘടനയ്ക്കുണ്ട്. സവാക്കിന്റെ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഇവിടെ വളരെ വിശദമായി മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കലാകാരന്മാരെന്നും സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുള്ളവരാണ്. അത് എത്ര താഴെത്തട്ടിലുള്ളവരാണെങ്കിലും മേൽത്തട്ടിലുള്ള കലാകാരന്മാരാണെങ്കിലും അവരൊക്കെ സാമൂഹ്യ പരിവർത്തനം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിനുവേണ്ടി പോരടിച്ചിട്ട് വന്നിട്ടുള്ളവരാണ്. ഇന്നിന്റെ കാലഘട്ടത്തിൽ സാമൂഹ്യ പരിവർത്തനം വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ടമുണ്ട്. കാരണം പണ്ട് കാലങ്ങളിൽ കേരളത്തിൽ അസമത്വതയും അന്ധവിശ്വാസങ്ങളും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന കാലഘട്ടത്തിൽ നാടകങ്ങളിലൂടെയും കഥാപ്രസംഗങ്ങളിലൂടെയും മറ്റു കലകളിലൂടെയും ഒക്കെ അതിനൊരു പുനർചിന്തനം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ആ കലാകാരന്മാർ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് വീണ്ടും നാട് അന്ധതയുടെയും അനാചാരത്തിന്റെയും മതവികാരത്തിനും ഒക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ ഈ കേരളത്തെ മാറ്റിയെടുക്കേണ്ടത് കലാകാരന്മാരുടെ ആവശ്യമാണ്, അവരുടെ കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സവാക്ക് എന്ന് പറയുന്ന സംഘടന ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സവാക്ക് എന്ന് പറയുന്ന സംഘടന കലാകാരന്മാരെ കൈപിടിച്ചുയർത്തുമ്പോൾ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അന്ധതയ്ക്കും അന്ധഛിദ്രങ്ങൾക്കുമെതിരെ ശക്തമായി പോരടിക്കുമെന്നുള്ളത് കൂടി ഞങ്ങൾ പറയുകയാണ്. ഈ വിവരങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ കലാകാരന്മാരുടെ ഒപ്പം നിൽക്കുകയാണ്. കലാകാരന്മാരോടൊപ്പം, കാരണം ഞാനും ഒരു കലാകാരിയായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കഥാപ്രസംഗം പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ കലാകാരന്മാർക്ക് കിട്ടിയിരുന്ന ഒരു സമൂഹത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ആ ഗൗരവം അല്ലെങ്കിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന മതിപ്പ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചു പിടിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്.
അതുകൊണ്ട് സവാക്ക് എന്ന് പറയുന്ന സംഘടന തീർച്ചയായും കലാകാരന്മാരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരികയും സമൂഹത്തിൽ നടമാടുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അല്ലെങ്കിൽ സമൂഹത്തിൽ നടമാടുന്ന അനീതിക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ കഴിവുള്ള ഒരു സംഘടന തന്നെയാണ്. ആ സംഘടനയുടെ സംസ്ഥാന സമ്മേളനമാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. അത് ഫെബ്രുവരി 22-23 ദിവസങ്ങളിലായിട്ട് ഇവിടെ നടക്കും. ഇപ്പോൾ അത് പറയുവാൻ കാരണം ഏത് നിയമം വന്നാലും കലാകാരന്റെ നെഞ്ചിലാണ് വന്ന് പതിക്കുന്നത്. ഇപ്പോൾ സവാക്കിലെ കലാകാരികൾ ആരാധനായ ആലപ്പുഴ ഋഷികേശ് ഇവരൊക്കെ തന്നെ ഇന്ന് കലാരംഗം നേരിടുന്ന കാര്യങ്ങൾ വളരെ വിശദമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. വളരെ സത്യമായ കാര്യമാണ്. ഇന്ന് കലാകാരന് ജീവിക്കാൻ കഴിയുന്നില്ല. 10 മണി കഴിഞ്ഞാൽ മൈക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ തന്നെ കലാകാരന്റെ അവന്റെ ജീവിക്കാനുള്ള അവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. എത്രയെത്ര കലാകാരന്മാർ ആത്മഹത്യ ചെയ്തു, ജീവിക്കാൻ വയ്യ. നേരത്തെ ഞങ്ങളുടെ സഹോദരി ഗീത പറഞ്ഞ പോലെ കൊറോണയുടെ ഭീകരതയിൽ ജീവിതം ഭൂമിക്കപ്പെട്ടവരാണ് കലാകാരന്മാർ. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, നമ്മളെ ആകെ നടുക്കിയ വെള്ളപ്പൊക്ക കാലത്ത് നിരോധനം വന്നത് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതാണ്. അങ്ങനെ എന്തുകൊണ്ടും വേദന അനുഭവിക്കുന്ന സമൂഹമായി ഇന്ന് കലാകാരന്മാർ മാറിക്കഴിഞ്ഞു. ജീവിക്കാൻ യാതൊരു മാർഗമില്ല. പല പല തൊഴിലിൽ അവർ ഏർപ്പെടുകയാണ്. ചിലർ പെയിന്റിങ്ങിന് പോകുന്നു, ചിലർ മീൻ കച്ചവടത്തിന് പോകുന്നു, ചിലർ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്നു. ഇതൊക്കെ ഇന്ന് പരിഹാരം കാണേണ്ടത് ബഹുമാന്യമായ സംസ്ഥാന ഗവൺമെന്റും ഭരണാധികാരികളുമാണ്. പക്ഷെ അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ ഗവൺമെന്റാണ് കലാകാരന്മാരെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കലാകാരൻ ചെയ്ത സേവനത്തിനനുസരിച്ച് എന്തെങ്കിലും പ്രോത്സാഹനം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം. 1957 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അവരോധിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണിപ്പെട്ട കലാകാരന്മാരാണ്. പ്രത്യേകിച്ചും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, തൊബിൽ ബാസി എന്ന അതുല്യ പ്രതിഭയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകവും കലാകേരളത്തിന്റെ സൂര്യ തേജസ്സായ വി സാംബശിവന്റെ കഥാപ്രസംഗമാണെന്ന് ചരിത്രം പറയുന്ന സത്യമാണ്. പക്ഷേ ഇന്ന് മാറി മാറി വന്ന ഒരു ഗവൺമെന്റും ഈ പരിഗണന ഈ കലാകാരന്മാർക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. ഞാൻ നാടകത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ 46 വർഷങ്ങളായി ഈ ഫീൽഡിൽ നിൽക്കുന്നതാണ്. ഞങ്ങളുടെ ഉപജീവന മാർഗമാണ് നാടകം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ജീവിച്ചു പോകാനായിട്ട് വളരെ പ്രയാസമാണ്. കാരണം 10 മണി എന്നുള്ളത് കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ചെയ്യുകയാണ്. ഒരു നാടകവും കളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല. കാരണം ഞങ്ങൾ 2, 3, 4 നാടകം കളിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്ന് ഫൈനാൻസ് സൊസൈറ്റികളും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതിൽ നിന്നും ഞങ്ങൾക്ക് വരുമാനം കിട്ടി ജീവിക്കാനുള്ള ഒരു ഉപാധി ഉണ്ടാക്കുവാൻ നിങ്ങൾ സഹകരിക്കണം. ഞാനും എൻ്റെ സഹോദരങ്ങളും എല്ലാം കൂടിയിരിക്കുന്നത് വർഷങ്ങൾക്ക് ഞങ്ങൾ കലാകാരന്മാരെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. കൊറോണ കാലത്തിന് ശേഷം വീണ്ടും ഞങ്ങളുടെ വയറ്റുതടിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു കലയാണെങ്കിലും 10 മണിക്ക് ശേഷം മൈക്ക് ഓഫ് ചെയ്യണം. പോലീസുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും വളരെ ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ പരിപാടി കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പോലും വന്ന് അവര് മൈക്ക് പിടിച്ചു വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കല ഉപജീവന മാർഗമായി സ്വീകരിച്ചിട്ടുള്ള എല്ലാ കലാകാരന്മാരും എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ ഈ സവാക്ക് എന്ന സംഘടനയിൽ ഞാൻ പ്രവർത്തിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഞാനും ഒരു കഥാപ്രസംഗ രംഗത്ത് നിന്നിരുന്ന ഒരാളാണ്. അപ്പൊ ഇപ്പോ ഈ സമര സംഘടനയായ സവാക്ക് എന്ന ഈ സംഘടനയ്ക്ക് വേണ്ടി എന്റെ സഹോദരങ്ങളായ കലാകാരന്മാർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇതിനകത്ത് നിൽക്കുന്നത്. ഇവിടെ കലാകാരന്മാരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും അവിടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണമെന്ന് ഇവിടെയുള്ളവർ ഓരോരുത്തരും പറഞ്ഞു. ഞാൻ ഒരു പാട്ടുകാരിയാണ്. ഇതുകൊണ്ട് വർഷങ്ങളായിട്ട് ഇതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഉപജീവനമാർഗം. ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ദയവായിട്ട് ഇതിനൊരു മാറ്റം വരുത്തണം. ഞങ്ങൾക്കും ജീവിക്കണം. സംഗീത
Thank you.